നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മളെ മൈൻഡ് സെറ്റ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. തിങ്ക് ഓൺലി ദ ബെസ്റ്റ്, എക്സ്പെക്ട് ഓൺലി ദ ബെസ്റ്റ് ആൻഡ് വർക്ക് ഫോർ ദ ബെസ്റ്റ്. ദാറ്റ് ഈസ് ആക്ച്വലി ഒപ്റ്റിമിസം. അറിയാതെ ബീർബൽ അപ്പോൾ എന്ത് പറഞ്ഞു, അത് എവറിത്തിങ് ഈസ് ഗുഡ്, ഓൾ ഈസ് വെൽ. 2 സെയിൽസ്മാൻമാരെ ഒരു കമ്പനി ആഫ്രിക്കയിലേക്ക് അവരുടെ ഷൂ വിൽക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഒന്നാമത്തെ സെയിൽസ്മാൻ ആഫ്രിക്കയിലെത്തി. Green Lives Coaching and Training Solution. മൈൻഡ് സെറ്റ് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 3 വീലും ശരിയായിട്ടും കാര്യമില്ല. അപ്പോൾ എന്തും മൈൻഡ് സെറ്റ്. അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു ഗ്ലാസ് വെള്ളം കിട്ടുകയാണ്, അല്ലെങ്കിൽ ഹാഫ് ഗ്ലാസ് മിൽക്ക് കിട്ടുകയാണ്. അപ്പോൾ ഒരു പോസിറ്റീവായിട്ട് നമുക്ക് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ നമ്മളെ മൈൻഡ് സെറ്റ് എന്നുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്വയം ടെസ്റ്റ് ചെയ്യാൻ പറ്റും. പൊതുവേ നമ്മളെന്താണ്, ചില ആളുകൾ എല്ലാത്തിലും നെഗറ്റീവ് കാണുന്ന ആളുകളായിരിക്കും, അല്ലെങ്കിൽ പെസിമിസ്റ്റിക് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളായിരിക്കും. അവർക്ക് ജീവിതത്തിൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായൊരു കാര്യമാണ്. കാരണം അവർക്ക് എന്ത് കിട്ടിയാലും അവർ അതിലെന്ത് ചെയ്യും, ഒരു നെഗറ്റീവ് കാണും. നമുക്കൊരു ഹാഫ് ഗ്ലാസ് മിൽക്ക് കിട്ടി, അല്ലെങ്കിൽ ഹാഫ് ഗ്ലാസ് ഒരു പ്യുവർ വാട്ടർ കിട്ടിയ നമ്മൾ നോക്കുന്നത് ആ ഹാഫ് എംറ്റി ഉള്ള പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ you have a negative mindset. If you are looking for the half empty, that's a positive mindset. ഇതിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മൾ നെഗറ്റീവ് മൈൻഡ് സെറ്റ് ആണോ പോസിറ്റീവ് മൈൻഡ് സെറ്റ് എന്നുള്ളത് നമുക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ എല്ലാത്തിലും എല്ലാ പ്രോബ്ലത്തിലും, ഇപ്പോൾ മാർക്കറ്റിൽ നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് പല ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അറിയാം, നമുക്കറിയാം ഡിമോണിറ്റൈസേഷൻ, നോട്ട് നിരോധനമായിട്ട്, അല്ലെങ്കിൽ GSTയുടെ ഇഷ്യൂ വന്നു. അത് കഴിഞ്ഞ് നമുക്ക് 2 പ്രളയം സംഭവിച്ചു. ഇങ്ങനെ മാർക്കറ്റിൽ നിരന്തരമായി ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് കോവിഡിൻ്റെ ഇഷ്യൂ വന്നു. കോവിഡ് 2 തവണ, 3ാമത്തെ തരംഗത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇങ്ങനെ ഓരോ ദിവസം മാർക്കറ്റിൽ അടിക്കടി പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു സെയിൽസ്മാനെ സംബന്ധിച്ചിടത്തോളം, അതല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു എക്സ്പേർട്ടായ ആളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഈസി. അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിൽ നമുക്ക് ഓപ്പർച്യൂണിറ്റി കാണണമെങ്കിൽ, നമ്മൾ അവസരങ്ങൾ കാണണമെങ്കിൽ, ചലഞ്ചുകളെ നമുക്ക് വെല്ലുവിളിയാക്കി മാറ്റണമെങ്കിൽ, അല്ലെങ്കിൽ പ്രോബ്ലത്തെ നമുക്ക് ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മുടെ മൈൻഡ് സെറ്റിനെ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണം. മൈൻഡ് സെറ്റിനെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള നമ്മൾ മുമ്പ് സംസാരിച്ചു. അപ്പോൾ ഒന്നാമത്തെ നമ്മളുടെ സക്സസിൻ്റെ വീൽ എന്ന് പറഞ്ഞാലും മൈൻഡ് സെറ്റാണ്. അപ്പോൾ അവിടെ നമുക്കൊരു പോസിറ്റീവ് മൈൻഡ് സെറ്റ്, ഒരു സ്റ്റോറി ഉണ്ട്, ബീർബലിൻ്റെ ഒരു സ്റ്റോറി ഉണ്ട്. ബീർബൽ ഒരു ദിവസം തൻ്റെ അക്ബർ ചക്രവർത്തിയുടെ കൂടെ വേട്ടയ്ക്ക് വേണ്ടി ഒരു ദിവസം കാട്ടിലൂടെ യാത്ര, അവർ ഒരുമിച്ചാണ് വേട്ടയ്ക്ക് പോകാറുള്ളത്. അങ്ങനെ ഒരു ദിവസം കാട്ടിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു ദിവസം സ്ഥിരമായി അങ്ങനെ പോകുന്നതാണ്. പക്ഷെ ഒരു ദിവസം ചക്രവർത്തി ആപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് അക്ബർ ചക്രവർത്തിയുടെ കൈ മുറിഞ്ഞു പോവുകയും അറിയാതെ ബീർബൽ അപ്പോൾ എന്ത് പറഞ്ഞു, അത് എവറിത്തിങ് ഈസ് ഗുഡ്, ഓൾ ഈസ് വെൽ. നമ്മൾ 3 ഇഡിയറ്റ്സിൽ ആമിർ ഖാൻ പറയുന്ന പോലെ ഓൾ ഈസ് വെൽ, എല്ലാം നല്ലതിനാണ്, സംഭവിച്ചതെല്ലാം നല്ലതിനാണ്, എവറിത്തിങ് ഈസ് ഗുഡ് എന്ന് പറഞ്ഞപ്പോൾ ചക്രവർത്തിക്ക് തൻ്റെ ബാല്യകാല സുഹൃത്ത്, അല്ലെങ്കിൽ തൻ്റെ സുഹൃത്താണെങ്കിലും ദേഷ്യം വന്നു. പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ആരിവിടെ ബീർബലിനെ തുറങ്കിലടക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങനെ പിന്നെ ഒറ്റയ്ക്ക് ചക്രവർത്തി ഈ കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി കാട്ടിലേക്ക് പോവുകയും, അങ്ങനെ ഒരു ദിവസം കാട്ടിലേക്ക് വേട്ടയാടാൻ വേണ്ടി പോകുന്നതിൻ്റെ ഇടയിൽ ചക്രവർത്തി ഈ നരഭോജികളുടെ ഇടയിൽ പെട്ടുപോവുകയും അവർ ചക്രവർത്തിയെ പിടിച്ചു കൊണ്ടുപോയി. അവർക്ക് ചക്രവർത്തി ഒന്നും അറിയില്ല. അവരുടെ ആചാരപ്രകാരം അവർക്കൊരു മനുഷ്യൻ എന്ത് ചെയ്യണം, ബലിദാനം കൊടുക്കണം, ബലി അർപ്പിക്കണം. അങ്ങനെ ബലി അർപ്പിക്കാൻ വേണ്ടി എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചക്രവർത്തിയുടെ കൈയിൻ്റെ വിരൽ മുറിഞ്ഞു പോയിട്ടുണ്ട്. ആ ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് 100% പെർഫെക്റ്റ് ആയിട്ടുള്ള ആളെയാണ് ബലി കൊടുക്കാൻ പറ്റുള്ളൂ. ആ ഒറ്റ കാരണം കൊണ്ട് ഇയാളെ പറഞ്ഞു വിടും. അയാളെ ബലി ചെയ്യാതെ അയാളെ പറഞ്ഞു വിടുന്ന സമയത്ത് അപ്പോഴാണ് ആക്ച്വലി അക്ബർ ചക്രവർത്തി ചിന്തിക്കുക, തൻ്റെ സുഹൃത്ത് ബീർബൽ തൻ്റെ കൈ മുറിഞ്ഞു പോയപ്പോൾ അത് നല്ലതിനാണെന്ന് പറഞ്ഞത് കുതിരപ്പുറത്ത് ഇങ്ങനെ വരുമ്പോൾ ചക്രവർത്തിക്ക് ഓർമ്മ വരും. അങ്ങനെ ചക്രവർത്തിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാവുകയും ബീർബലിനെ കൊട്ടാരത്തിലെത്തിയ ഉടനെ ബീർബലിനെ മോചിപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അങ്ങനെ തൻ്റെ സുഹൃത്തിനെ കാണാൻ ജയിലിൽ പോയിട്ട് കാണുമ്പോൾ ചക്രവർത്തി പറഞ്ഞു, നീ അന്ന് എല്ലാം നല്ലതിനാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലായി. ഈ സംഭവകഥ പറഞ്ഞപ്പോൾ ബീർബൽ പറഞ്ഞു, എന്നെ ജയിലിലിട്ടതും നല്ലതിനാണ്, ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ അങ്ങിൻ്റെ കൂടെ ഞാനായിരിക്കും എന്ത് ചെയ്യുക, സാധാരണ വേട്ടയ്ക്ക് പോരുക, അപ്പോൾ അവർ എന്നെ ബലിത്യാഗം ചെയ്യും. അങ്ങനെ ചിന്തിക്കുന്നതാണ് ആക്ച്വലി ഒപ്റ്റിമിസം. സംഭവിച്ചതെല്ലാം സംഭവാമി യുഗേ എന്ന് പറയും നമ്മൾ
ഭഗവത്ഗീതയിലെ ലൈനാണ് സംഭവാമി യുഗേ യുഗേ. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചു കൊണ്ടിരിക്കുന്നതും നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലത്. തിങ്ക് ഓൺലി ദ ബെസ്റ്റ്, എക്സ്പെക്ട് ഓൺലി ദ ബെസ്റ്റ് ആൻഡ് വർക്ക് ഫോർ ദ ബെസ്റ്റ്. ദാറ്റ് ഈസ് ആക്ച്വലി ഒപ്റ്റിമിസം. അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ്, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുന്നുള്ളത് സക്സസ്സിന് വളരെ അത്യാവശ്യമായൊരു കാര്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, സെയിൽസിലുള്ള ആളുകളോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു സ്റ്റോറിയാണ്. 2 സെയിൽസ്മാൻമാരെ ഒരു കമ്പനി ആഫ്രിക്കയിലേക്ക് അവരുടെ ഷൂ വിൽക്കാൻ വേണ്ടി പറഞ്ഞയച്ചു. ഒന്നാമത്തെ സെയിൽസ്മാൻ ആഫ്രിക്കയിലെത്തി. അവിടെ നോക്കുമ്പോൾ അവിടെ ആരും ഷൂ ധരിക്കാത്തൊരു രാജ്യം. ഇന്നേ വരെ അവിടെ ആ രാജ്യത്ത് ആരും ഷൂ ധരിച്ചിട്ടില്ല. അപ്പോൾ അയാൾക്ക് മനസ്സിലായി ഇവിടെ ഒരു മാർക്കറ്റ് ഇല്ല, ഇവിടെ ഷൂ വിൽക്കാൻ പറ്റില്ല. അങ്ങനെ അയാൾ കമ്പനിക്ക് ടെലഗ്രാം അയച്ചു, ദർ ഈസ് നോ മാർക്കറ്റ് ഹിയർ, നോബഡി ഈസ് വിയറിങ് ഷൂ ഹിയർ, സോ ഐ ആം കമ്മിങ് ബാക്ക്. അതേ സമയത്ത് കമ്പനി സെയിം ഷൂ വിൽക്കാൻ വേണ്ടിയിട്ട് സെയിം പ്രോഡക്റ്റ്, സെയിം കമ്പനി, സെയിം രാജ്യം, സെയിം കൺട്രിയിലേക്ക് വേറൊരു സെയിൽസ്മാനെയും വിട്ടിരുന്നു. ആ സെയിൽസ്മാനും അവിടെ പോയിട്ട് പറഞ്ഞു, ഇവിടെ ആരും ചെരുപ്പ് ധരിക്കുന്നില്ല, ദർ ഈസ് നോബഡി ഈസ് വിയറിങ് ഷൂ ഇൻ ദിസ് കൺട്രി, സോ ദർ ഈസ് എ ബിഗ് മാർക്കറ്റ് ആൻഡ് പിന്നെ ഗോഡൗണിലുള്ള എല്ലാ ഷൂകളും കയറ്റി അയച്ചോളൂ എന്ന് പറയും. ഇതും ഒരു സെയിം എക്സാമ്പിളാണ്. 2 പേരെയും വിട്ടത് ഒരേ രാജ്യമാണെങ്കിലും, ഒരേ പ്രോഡക്റ്റ് ആണെങ്കിലും, ഒരേ മാർക്കറ്റ് ആണെങ്കിലും, ഒരേ കമ്പനി ആണെങ്കിലും, ഒരാൾ അതിൻ്റെ പോസിറ്റീവ് സൈഡ് കണ്ടു, മറ്റേ ആൾ അതിൻ്റെ നെഗറ്റീവ് സൈഡ് കണ്ടു. അപ്പോൾ എന്ത് നോക്കണം എന്നുള്ളത് നമ്മളുടെ മൈൻഡ് സെറ്റാണ്. ദാറ്റ് ഈസ് അവർ മൈൻഡ് സെറ്റ്. അപ്പോൾ നമ്മളുടെ ഒന്നാമത്തെ ടൂളാണ്, സക്സസിൻ്റെ ഒന്നാമത്തെ ടൂളാണ് മൈൻഡ് സെറ്റ്. അതുകൊണ്ട് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള മൈൻഡ് സെറ്റ് കീപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഇതാണ് ഒന്നാമത്തെ വീല്. അടുത്ത നമ്മൾ എപ്പിസോഡിൽ നമ്മൾ സക്സസിൻ്റെ മറ്റുള്ള വീലുകൾ കൂടി, വാട്ട് ഈസ് സെക്കൻഡ് വീൽ ആൻഡ് തേർഡ് വീൽ ആൻഡ് ഫോർത്ത് വീൽ എന്നുള്ളത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, താങ്ക് യു സോ മച്ച്. Green Lives Coaching and Training Solution.